ഹായ്, ഇസ്രയേലിൽ നിന്നാണേ. ഈ സുന്ദര ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്ന ഈ ചെടി എന്താണെന്നറിയോ? നമ്മുടെ റോസ്മെരിയാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, ഇസ്രയേലിൽ പറയുന്നത് റോസ്മെറി എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് റോസ്മേരി. നമ്മൾ ഹെയർ ഗ്രോത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ റോസ്മേരി തന്നെയാണ് കേട്ടോ. ഈ ടൈം റോസ്മേരി പൂക്കുന്ന സമയമാണ്. തേനീച്ചകളൊക്കെ വന്നിരുന്നിട്ട് തേൻ കുടിക്കുന്നത് കണ്ടില്ലേ? ഈ സമയം റോസ്മേരി അങ്ങനെ കുറേ കുറ്റിച്ചെടികളുടെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണ് ഇവിടുത്തെ തണുപ്പ് കാലം. ഈ തണുപ്പ് കാലത്ത് കുറേ സുന്ദരമായ കണ്ണഞ്ചിപ്പിക്കുന്ന, നമുക്ക് കണ്ണെടുക്കാൻ പോലും തോന്നാത്ത വിധത്തിൽ കാഴ്ചകളുള്ള കുറേ ചെടികളും പൂക്കളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ ഈ റോസ്മേരി. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ റോസ്മേരി ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്നത്? ഒരു ചെടിയായിട്ടോ ഒരു തണ്ടായിട്ടോ ഒക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനെ കുറ്റിച്ച് നമ്മുടെ ഒരു ബോർഡർ ചെടികൾ പോലെ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും ഈ റോസ്മേരി ഇങ്ങനെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. നല്ല മണമാണല്ലോ ഇതിന്. നമ്മളൊക്കെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പിച്ചി ഞെടി മണപ്പിച്ചൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകളും നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇസ്രായേലിൽ നമ്മളൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പം ചില ഫുഡിനൊക്കെ മണത്തിന് വേണ്ടി ഇവിടെ അതിൻ്റെ ഇലകൾ തണ്ട് കട്ട് ചെയ്ത് ഇടാറുണ്ട്. അത്യാവശ്യം എല്ലാ വീടുകളിലും ഈ റോസ്മേരി ഇവിടെ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് തണുപ്പ് സമയങ്ങളിൽ കാണുന്ന കുറേ നല്ല കാഴ്ചകളാണ് ഇതൊക്കെ. ഞങ്ങൾ ഹെയർ ഗ്രോത്തിന് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഈ റോസ്മേരി തണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെയിലില്ലാതെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കും, ഈ ഗ്രീൻ കളറിലെ ഇല. എന്നിട്ട് വെയിലത്തിടാതെ ഡ്രൈ ആക്കി എടുത്തിട്ട് കുറച്ച് കരിയാപ്പലയും ഒക്കെ എടുത്ത് ഇതിവിടെ പൊടിച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് എണ്ണ കാച്ചിയെടുക്കാറുണ്ട്. അതല്ല എങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട്, ഓയിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അതിലേക്ക് ഈ റോസ്മേരിയുടെ ഇലകളിട്ട് എണ്ണ ആക്കി അത് ഒരാഴ്ചത്തേക്കൊക്കെ വെച്ചിരിക്കും. അടുത്ത ആഴ്ച വേറെ കാച്ചും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്, ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അതായത് നരയൊക്കെ പെട്ടെന്നൊന്ന് ഹൈഡാകുന്ന ആ സംഭവം കാണുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പലരും പരിചയപ്പെടുത്തിയ ഈ റോസ്മേരിയെ ഒന്നുകൂടെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അതിൻ്റെ ബെനിഫിറ്റുകളും ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തി കാണിച്ചു തന്നത്. അപ്പോൾ ഇത്തരം നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് കാണുന്നത്. ഇവിടെ കൂടുതലും ഈ റോഡ് സൈഡുകളിൽ നമ്മുടെ ഔഷധ ചെടികൾ പൂക്കളോട് കൂടിയതൊക്കെയാണ് മിക്കവാറും കാണാറുള്ളത്. അതിലൊന്നാണ് അതാ നോക്കിക്കുക, ബോർഡർ ചെടി പോലെ വെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ റോസ്മേരി ചെടി. അപ്പം നല്ല കാഴ്ചകളല്ലേ ഇതൊക്കെ? ഞങ്ങൾ ഡെയിലി കാണുന്ന ഈ സുന്ദരമായ കാഴ്ചകൾ നിങ്ങളും കൂടെ ആസ്വദിക്കട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.